ഈ മനു തോമസ് എന്ന് പറയുന്ന ജില്ലാ കമ്മിറ്റി അംഗത്തെ CPM ഇത്രമാത്രം ഭയക്കേണ്ടതുണ്ടോ? ഒന്നുകിൽ മനു തോമസിന് CPM ചില ഉന്നതരുമായി വ്യാപാര ബന്ധമുണ്ടാകും, അല്ലെങ്കിൽ മനു തോമസിനെ കളത്തിലിറക്കി P ജയരാജനെ തീർക്കാൻ പിണറായി തന്നെ കൊടുത്ത കൊട്ടേഷൻ ആവാം, അല്ലെങ്കിൽ ഇങ്ങനെ ധൈര്യപൂർവ്വം കണ്ണൂരിൽ ഇരുന്നു കൊണ്ട് ജയരാജനെതിരെ മനു തോമസ് രംഗത്ത് വരില്ല. ഞാൻ കഴിഞ്ഞ ദിവസം MV നികേഷ് കുമാറിന്റെ സഹോദരൻ MV ഗിരീഷ് കുമാറിനെ വിളിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് തന്റെ സഹോദരൻ CPM ചേർന്നതിനുള്ള അമർഷമുണ്ട്. അത് പറയുമ്പോഴും അദ്ദേഹം പറയുന്നു, കണ്ണൂരിൽ നിന്നുകൊണ്ട് CPM യുദ്ധം ചെയ്യുക പ്രയാസമാണ്, അതുകൊണ്ട് ഞാനില്ല എന്നാണ് പറഞ്ഞത്. അതാണ് CPM അവസ്ഥ. ഇവിടെയാണ് മനു തോമസ് ഏറ്റവും ശക്തനായ ജയരാജനെതിരെ കളത്തിലിറങ്ങുന്നു. നേതാക്കന്മാരാരും പ്രതികരിക്കുന്നില്ല. ഒരു സംശയവും വേണ്ട, ജയരാജനെ തീർക്കാൻ, ജയരാജനെ ഒതുക്കാൻ, ജയരാജനെ ഒറ്റപ്പെടുത്താൻ പിണറായി കൊടുത്ത കൊട്ടേഷൻ തന്നെയാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കാര്യം മാത്രം ഓർക്കൂ, പാർട്ടിയുടെ കരുത്തനായ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു P ജയരാജൻ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയരാജന് താല്പര്യമില്ലാതെ ജയരാജനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി വടകരയിൽ 8 നിലയിൽ പൊട്ടി. എല്ലാവർക്കും പ്രതീക്ഷിച്ചതാണ് തോൽവി. അതിനുശേഷം ജയരാജൻ പാർട്ടി ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരിച്ചു വരണ്ടേ, വന്നില്ല. ബാക്കി ഇടങ്ങളിലൊക്കെ അത് സംഭവിച്ചു.